ഹായ് വ്യൂവേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വൈകിട്ട് ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്സ് ഉണ്ടാക്കാം. അപ്പം അതിന് നമ്മൾ ബോണ്ടേന്ന് പറയും, ബോണ്ട, ഉണ്ടംപൊരി എന്നൊക്കെ പലയിടത്തും പറയും. അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി, പിന്നെ അതിൻ്റെ കൂടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് ജീരകവും അതെല്ലാം കൂടെ ഇട്ട് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് പ്രധാനമായിട്ടും വേണ്ടുന്നത് ചെറിയ പഴമാണ്. നമുക്കിവിടെ ചെറിയ പഴമൊന്നും കിട്ടാറില്ല, ഇവിടെ ഈ റോബസ്റ്റ പഴം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിനെ നമുക്ക് ചെറിയ പീസസ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടികളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് കപ്പലണ്ടി ഇടാം, നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇഷ്ടം, ഓപ്ഷണലാണ്. പിന്നെ കുറച്ച് ശർക്കര വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കാൻ. അപ്പോൾ ഈ പൊടിയെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര നല്ലോണം ഒന്ന് പാനിയാക്കി എടുക്കണം. നൂൽപ്പരുവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതി. ബോയിൽ ചെയ്തിട്ട് നമുക്കത് അരിച്ച് മാറ്റി വെക്കാം. പൊടിയൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിപ്പോവും. എന്നിട്ട് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന പഴം നന്നായിട്ട് മിക്സിക്കകത്ത് അടിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടിയെല്ലാം കൂടെ ഈ അരച്ച് വെച്ചിരിക്കുന്ന പഴത്തിലോട്ട് തട്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടെ അതിൽ കുറേശ്ശെ ഒഴിച്ച് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് നമുക്ക് കപ്പലണ്ടിയൊക്കെ ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ വറുത്തിടാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം. എൻ്റെ അടുത്ത് ഇപ്പം കപ്പലണ്ടി മാത്രമേ ഉള്ളായിരുന്നു, തേങ്ങ ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ അങ്ങനെ അതൊക്കെ ഇട്ട് ഇളക്കി എടുത്ത് എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ച് ഒന്ന് മാവൊന്ന് കുഴച്ചെടുക്കണം. മാവ് നല്ലവണ്ണം കുഴച്ചെടുക്കണം, നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന ശർക്കരപ്പാനി ഒക്കെ കഴിഞ്ഞിരുന്നു. പിന്നെ സാധാരണ വെള്ളം ഒഴിച്ചാണ് കുറച്ചുകൂടെ ലൂസാക്കി എടുത്തത്. നമ്മളിങ്ങനെ കൈ കൊണ്ട് കോരി എടുക്കുമ്പോഴത്തേക്ക് താഴോട്ട് ഊർന്ന് വീഴുന്ന പരുവത്തിൽ, ആ പരുവത്തിൽ നമുക്ക് കുഴച്ച് വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അത് ഹാർഡായിട്ടിരിക്കും, സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പം നമ്മളങ്ങനെ നല്ലോണം കുഴച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഒരു 2-3 മണിക്കൂറോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചായിരുന്നു. പിന്നെ വൈകുന്നേരം ചായയുടെ സമയമായപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. എന്നിട്ട് നമുക്ക് വെള്ളം തൊട്ടിട്ട് 2 കൈയിൽ നമുക്ക് വെള്ളം തൊട്ട് നമ്മുടെ കയ്യിലിട്ട് നല്ലോണം അതിനെ ബോളാക്കിയെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വരും അന്നേരം. കേട്ടോ, നമ്മളിങ്ങനെ മാവ് എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ മാവ് ലൂസായിട്ട് നമ്മുടെ കയ്യിലോട്ട് വരും. അപ്പം നല്ല പെട്ടെന്ന് തന്നെ എടുക്കാനും പറ്റും, കയ്യിലൊന്നും ഒട്ടി പിടിക്കത്തില്ല. കുറച്ച് വെള്ളം തടവി എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഒരു പാത്രം എടുത്ത് എണ്ണയൊക്കെ ചൂടാക്കി, കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ ഞാൻ. എണ്ണയൊക്കെ ചൂടാക്കി അതിനകത്തോട്ട് നമുക്ക് ഈ ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ആദ്യം നമുക്ക് എണ്ണ നല്ല തീയിലിട്ട് ചൂടാക്കി എടുക്കണം. എന്നിട്ട് ഈ ബോൾസ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തീ കുറയ്ക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉൾഭാഗമൊന്നും വേവത്തില്ല. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞു പോകത്തേ ഉള്ളൂ. പിന്നെ നമ്മൾ കരിഞ്ഞത് കഴിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, തീ കുറച്ചിട്ടിട്ട് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാൻ, തിരിച്ചും മറിച്ചും ഇട്ടെടുക്കാൻ. അങ്ങനെ നമ്മൾ ഒരു 4 ബോൾസും ആദ്യം ഇട്ട്, തീ ഇപ്പം ഞാൻ കുറച്ചിട്ടുണ്ട്. അപ്പം ആ ചെറിയ തീയിൽ തിരിച്ച് മറിച്ച് ഇട്ട് നമുക്കത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ചെറിയ കളറൊക്കെ മാറി ബ്രൗൺ കളറായിട്ട് വരും. അപ്പം ഇത് നമ്മൾ തീ കുറച്ചിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം കുറേശ്ശെ എണ്ണയ്ക്കകത്തായതുകൊണ്ട് വേണമെങ്കിൽ ഒത്തിരി എണ്ണ ഒഴിച്ച് മുങ്ങിക്കിടക്കുന്ന പോലെ വേണമെങ്കിലും ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പക്ഷേ നല്ലോണം കിട്ടുകയും ചെയ്യും, അടിപൊളി സംഭവമാണ്. അപ്പോൾ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനും പിള്ളേർക്ക് കഴിക്കാൻ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്കിവിടെ കടയിലൊന്നും വാങ്ങിക്കാൻ കിട്ടത്തില്ലല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ കഴിക്കാൻ കൊതി തോന്നി അതൊക്കെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക തന്നെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഓരോന്നും അങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുന്നതാണ്. ചിലപ്പം ശരിയാവും, ചിലപ്പം പാളിപ്പോവും. അപ്പം ഇതെനിക്ക് തോന്നിയില്ല, പാളിയില്ല. പക്ഷേ കുറച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. നേരത്തെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ഹാർഡായിട്ടായിരുന്നു കിട്ടുന്നത്. ഞാൻ ഇത്ര ലൂസൊന്നും ആക്കത്തില്ലായിരുന്നു മാവ്. ഞാൻ ഇത്തിരി ലൂസോടെ ആക്കിയപ്പോഴത്തേക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് മാവ്. അപ്പം നല്ല ബോണ്ടയായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിരുന്നു അകത്തൊക്കെ. അപ്പം ഇങ്ങനെ ഞാനൊരു 3-4 പ്രാവശ്യമായിട്ടാണ് എല്ലാം ഫ്രൈ ചെയ്ത്. ആദ്യത്തെ സെറ്റ് എന്തായാലും കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചൂടാറിയിട്ട് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഇനി നമുക്ക് അടുത്തത് ബോൾസും കൂടെ റെഡിയാക്കി ഇടാം. പെട്ടെന്ന് തന്നെ ബോൾസ്
അത് പെട്ടെന്നങ്ങ് വീർത്ത് വരും. നമ്മൾ ഈ എന്തായിരുന്നു ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടത് കൊണ്ട് നല്ലോണം പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ സെക്കൻഡ് ട്രിപ്പ് ഇട്ട് ഒരു 4-5 ഒരുമിച്ച് ഇട്ടിട്ടുണ്ട്. നമുക്ക് ചെറിയ തീയിലിട്ട് തിരിച്ചിട്ട് നമുക്ക് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. നിറച്ചെണ്ണ ഒഴിക്കണമെന്നുള്ള കാര്യമൊന്നുമില്ല. അങ്ങനെ നമ്മൾ സെക്കൻഡ് ട്രിപ്പും ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണം ഒന്ന് മുറിച്ച് നോക്കാം. കണ്ടോ, നമ്മുടെ ബോണ്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ അപ്പോൾ നമ്മുടെ ബോണ്ടയെല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി അങ്കിത്തിനും അവയ്ക്കും കൊടുത്തു നോക്കാം. അവർക്ക് കടയിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇവിടെ ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കിയത് ആദ്യമായിട്ടാണ് നല്ല ടേസ്റ്റിലുണ്ടാക്കിയത്. അപ്പോൾ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹസ്ബൻഡിനും എനിക്കും എല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. And thank you for watching.